ദേശീയപാതയിലെ ദുരന്തം തടയാൻ അടിയന്തര നടപടിയുമായി ജില്ലാ ഭരണ സംവിധാനം. ദേശീയപാതയിൽ കാലിക്കടവ് മുതൽ തലപ്പാടി വരെ വിവിധയിടങ്ങളിൽ ദുരന്ത സാധ്യത തടയാനുള്ള നടപടികളാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും തടയാൻ നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കരാർ കമ്പനിയോടും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ യോഗത്തിൽ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ പ്രവൃത്തി ഉറപ്പുവരുത്താൻ നിരീക്ഷണത്തിന് തഹസിൽദാർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ ദുരന്ത നിവാരണത്തിന് പഠനത്തിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 41 കേന്ദ്രങ്ങളിലായി 56 സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ദേശീയപാത കടന്നുപോകുന്ന മേഖലയിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കുന്നിടിച്ചൽ ഭീഷണി, സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഓവുചാൽ സംവിധാനത്തിലെ അപാകത, ഗതാഗത തടസ്സം, പ്രധാന പാതയിലെയും പാർശ്വപാതകളിലെയും വെള്ളക്കെട്ട് തുടങ്ങിയവയാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ കൂടുതൽ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളതായി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ദേശീയപാതയിലെ ദുരന്ത നിവാരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരെ കാലവർഷത്തിന് മുൻപ് തന്നെ ഇതിനായി നിയോഗിച്ചതായും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. കാലവർഷത്തിന് മുൻപ് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും മണ്ണിടിച്ചിൽ തടയുന്നതിനും നടപടി സ്വീകരിക്കാൻ കളക്ടർ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. MLA AK അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, നഗരസഭാ ചെയർപേഴ്സൺമാരായ അബ്ബാസ് ബീഗം, KV സുജാത, TV ശാന്ത, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, നിർമ്മാണ കരാർ കമ്പനിയുടെ പ്രതിനിധികൾ, വിദഗ്ധ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാതയിൽ കാലിക്കടവ് മുതൽ തലപ്പാടി വരെ വിവിധയിടങ്ങളിൽ ദുരന്ത സാധ്യത തടയാനുള്ള നടപടികളാണ് യോഗത്തിൽ നിർദ്ദേശിച്ചത്. നീലേശ്വരം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നാൽ പാലത്തിന്റെ താഴ്ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ആവശ്യമാണെന്നും നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.